ഈശോ ശക്തനായ സ്നേഹിതനാണ്. നഷ്ടപ്പെട്ട ഡ്രാക്കാമയുടെ ഉപമ. വള്ളം കഫർനാമിൽ നിന്ന് മഗ്ദലയിലേക്ക് തീരം ചേർന്ന് നീങ്ങുകയാണ്. മേരി അവളുടെ മാനസാന്തരവേളയിലെ നിലപാടിലാണിപ്പോൾ. ഈശോയുടെ പാദത്തിങ്കൽ വള്ളത്തിലെ അടിപ്പലകയിലിരിക്കുന്നു. ഈശോ ഒരു ബെഞ്ചിലിരിക്കുകയാണ്. മുഖത്തിന് ഗൗരവഭാവം. മഗ്ദലയുടെ മുഖം ഇന്നലത്തേക്കാൾ വ്യത്യസ്തമാണ്. ബെഥനിയിലേക്ക് ഈശോ ചെല്ലുമ്പോഴെല്ലാം സ്വീകരിക്കാനായി ഓടിച്ചെല്ലുന്ന മേരിയുടെ സന്തോഷത്താൽ പ്രഭ വിതറുന്ന മുഖമല്ല, എന്നാൽ പേടിയും ഉത്കണ്ഠയും ഒന്നുമില്ലാത്ത മുഖഭാവം. കഴിഞ്ഞ കാലങ്ങളിൽ നാണം കെട്ട വിധത്തിൽ വ്യാപരിച്ചിരുന്ന കണ്ണുകൾ, മാനസാന്തരത്തോടുകൂടെ കീഴോട്ടു മാത്രം തുറന്നിരിക്കുന്ന കണ്ണുകളിൽ ഇപ്പോൾ ഗൗരവവും ആത്മവിശ്വാസവും മുറ്റി നിൽക്കുന്നു. മഹത്വമുള്ള ആ ഗൗരവത്തിനിടയിലും ഈശോ അപ്പസ്തോലന്മാരോടും ഈശോയുടെ അമ്മയോടും മാർത്തയോടും സംസാരിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആ കണ്ണുകൾ ആനന്ദത്താൽ തിളങ്ങുന്നുണ്ട്. എളിയവളും സ്നേഹം നിറഞ്ഞവളുമായ പെർഫീറിയായുടെ കാരുണ്യത്തെക്കുറിച്ചും സലോമിയും ബെർത്തലോമിയോയുടെയും ഫിലിപ്പിൻ്റെയും ഭാര്യമാരും നൽകിയ ഹൃദ്യമായ സ്വീകരണത്തെക്കുറിച്ചും മറ്റുമാണ് അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത്. ഫിലിപ്പ് പറയുന്നു, ഗുരുവേ, എൻ്റെ പെൺമക്കൾ അങ്ങയെ അനുഗമിക്കാൻ ആഗ്രഹമുള്ളവരാണ്, എന്നാൽ അവർ ചെറുപ്പമാണ്. അവർ അലഞ്ഞു നടക്കാൻ അവരുടെ അമ്മ സമ്മതിക്കുകയില്ല. അവരുടെ ആത്മാക്കൾ എന്നെ അനുഗമിക്കട്ടെ. ഫിലിപ്പേ, നിന്റെ മൂത്ത മകൾക്ക് വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നു അല്ലേ? അതും വിശുദ്ധമായ സ്നേഹമാണ്. അതേ ഗുരുവേ, ഒരു നല്ല വരനും നല്ല കല്യാണവും അങ്ങനെയല്ലേ ബെർത്തലോമിയെ? അതെ, അത് ശരിയാണ്. എനിക്ക് ആ കുടുംബത്തെ അറിയാവുന്നത് കൊണ്ട് ഞാൻ ഉറപ്പു തരുന്നു. ഈ വിവാഹത്തിന് ഇടക്കാരനാകാൻ എനിക്ക് നിവൃത്തിയില്ലല്ലോ. കാരണം ഞാൻ ഗുരുവിനെ അനുഗമിക്കുകയാണ്. ഒരു വിശുദ്ധമായ കുടുംബമാണ് ഈ വിവാഹത്തിലൂടെ രൂപപ്പെടുന്നത്, തീർച്ച. എന്നാൽ ആ കുട്ടി എന്നോട് പറഞ്ഞത് ഈ വിവാഹക്കാര്യം മറന്നേക്കാൻ നിന്നോട് പറയണമെന്നാണ്. ഫിലിപ്പേ, അവൾക്ക് വരനെ ഇഷ്ടമില്ലേ? അവൾക്ക് തെറ്റുപറ്റി. ഈ ചെറുപ്പക്കാർക്ക് ഭ്രാന്താണ്. അവൾക്ക് മനമാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്ര നല്ല പൊരുത്തമുള്ള ഈ വിവാഹം തള്ളിക്കളയുന്നതിന് കാരണമൊന്നുമില്ല. അഥവാ ഇല്ല, അത് സാധ്യമല്ല. ഫിലിപ്പ് പറയുന്നു. അഥവാ എന്താണെങ്കിൽ? എന്താണ് ഫിലിപ്പെ? ഉള്ളത് മുഴുവൻ പറയൂ, ഈശോ നിർബന്ധിക്കുന്നു. അവൾ വേറൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ, പക്ഷേ അത് സാധ്യമല്ല. അവൾ ഒരിക്കലും വീടിനു വെളിയിൽ പോകാറില്ല. വീട്ടിൽ ഏകാന്ത ജീവിതമാണ്, അത് സാധ്യമല്ല. ഫിലിപ്പെ, വീടിൻ്റെ ഏറ്റവും രഹസ്യമായ ഉള്ളറകളിൽ പോലും പ്രവേശിക്കുന്ന കാമുകന്മാരുണ്ട്. എല്ലാ സൂക്ഷ്മ നിരീക്ഷണങ്ങളെയും അതിജീവിച്ച് സ്നേഹിക്കുന്നവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് അവൾക്കറിയാം. യുവത്വമോ വൈധവ്യമോ ഒന്നും അവർക്ക് തടസ്സമല്ല. എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും, സുരക്ഷിതത്വത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും, അവർക്കാവശ്യമുള്ള പെൺകുട്ടികളെയോ സ്ത്രീകളെയോ അവർ കൈവശപ്പെടുത്തും. നിരസിക്കപ്പെടാൻ സാധിക്കാത്ത കാമുകന്മാരുണ്ട്. അവർ ശക്തിയായി പ്രലോഭിപ്പിക്കുന്നവരും എല്ലാ തടസ്സങ്ങളെയും പിശാചിൻ്റെ പോലും എതിർപ്പിനെയും തരണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള ഒരാളെ നിന്റെ മകൾ സ്നേഹിക്കുന്നു, ഏറ്റവും ശക്തിയുള്ള ഒരാളെ. ആരെ? ഹെറോദസിൻ്റെ സദസ്യരിൽ വല്ലവരുമോ? അതത്ര ശക്തിയുള്ളതല്ല. ഒരാൾ രാജപ്രതിനിധിയുടെ കാര്യസ്ഥന്മാരിലൊരാൾ, ഒരു റോമൻ കുലീനൻ. ഞാനതൊരു കാലത്തും അനുവദിക്കുകയില്ല. ഇസ്രയേലിൻ്റെ ശുദ്ധമായ രക്തത്തിന് അശുദ്ധ രക്തവുമായി ബന്ധം പാടില്ല. ഞാൻ എൻ്റെ മക്കളെ കൊന്നാൽ പോലും, ഗുരുവെ, പുഞ്ചിരിക്കുക പോലും വേണ്ട. എനിക്കെന്തൊരു വേദന! നിന്റെ രീതി ഷാഠ്യമുള്ള ഒരു കുതിരയുടേത് പോലെയാണ്. പ്രകാശം മാത്രമുള്ളിടത്ത് നീ നിഴൽ കാണുന്നു. നീ വിഷമിക്കേണ്ട. രാജപ്രതിനിധിയും ഒരു ജോലിക്കാരൻ മാത്രം. അവൻ്റെ കുലീനരായ കൂട്ടുകാരും വേലക്കാരാണ്. സീസറും ഒരു വേലക്കാരനാണ്. ഗുരു, അങ്ങ് തമാശ പറയുകയാണല്ലോ. എന്നെ പേടിപ്പിക്കാൻ പറയുന്നതല്ലേ? സീസറിനേക്കാൾ വലിയവരാരുമില്ല. അവനേക്കാൾ വലിയ യജമാനനുമില്ല. ഞാനുണ്ട് ഫിലിപ്പേ. നീയോ? നിനക്കെൻ്റെ മകളെ വിവാഹം കഴിക്കണമോ? വേണ്ട. അവളുടെ ആത്മാവിന് വേണം. 7 താക്കോലിട്ട് പൂട്ടി ഇരിക്കുന്ന ഭവനങ്ങളിലും ഹൃദയങ്ങളിലും പ്രവേശിക്കുന്ന കാമുകനാണ് ഞാൻ. തടസ്സങ്ങളും സൂക്ഷ്മ നിരീക്ഷണങ്ങളും ഉണ്ടെങ്കിലും എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയാം.
തടസ്സങ്ങളെ തട്ടിത്തകർക്കുകയും എടുക്കേണ്ടത് എടുക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. പരിശുദ്ധരെയും പാപികളെയും കന്യകകളെയും വിധവകളെയും തിന്മകളിൽ നിന്ന് വിമോചിതരായവരെയും തിന്മകൾക്ക് അടിമകളായവരെയും ഇവർക്കെല്ലാവർക്കും വിശിഷ്ടമായ നവചൈതന്യമുള്ള മനോഹരമായ യുവത്വമുള്ള നിത്യമായ ആത്മാവിനെ ഞാൻ നൽകും. അതാണ് എൻ്റെ വിവാഹം. ഇവരെ തടയാൻ ആർക്കും സാധ്യമല്ല. അപ്പനോ അമ്മയ്ക്കും മക്കൾക്കും സാത്താനു പോലും സാധ്യമല്ല. നിന്റെ മകളെ പോലുള്ള ഒരു കൊച്ചു പെൺകുട്ടിയോടോ പാപത്തിൽ മുഴുകി സാത്താൻ്റെ 7 ചങ്ങല കൊണ്ടും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരാത്മാവിനോടോ ഞാൻ സംസാരിച്ചാൽ ആ ആത്മാവ് എൻ്റെ അടുത്തേക്ക് വരും. ഒരുത്തർക്കും അതിനെ എൻ്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാൻ സാധിക്കയില്ല. എൻ്റെ ദാരിദ്ര്യത്തോടും ത്യാഗവിജയത്തോടും വിവാഹിതരായിരിക്കുന്നവർ അനുഭവിക്കുന്ന ആനന്ദം ധനമോ ശക്തിയോ ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളോ നൽകുകയില്ല. ഈ ലോകത്തിൻ്റെ സ്വത്തുക്കളെല്ലാം ഉരിഞ്ഞുമാറ്റിയ അവൾ സ്വർഗീയ നന്മകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ മാത്രമാണ് തങ്ങളെന്നറിയുന്നതിനുള്ള പ്രശാന്തതയിൽ അവർ സന്തോഷിക്കുന്നു. അവർ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും യജമാനന്മാരാണ്. അവർ ഭൂമിയിൽ അധികാരം ചെലുത്തുകയും സ്വർഗത്തെ കീഴടക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ നിയമത്തിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ബെർത്തലോമിയോ ആശ്ചര്യപൂർവ്വം പറഞ്ഞു. നെഥാനിയേൽ, നിന്നിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുക. ഞാൻ നിന്നെ ആദ്യമായി കണ്ടപ്പോൾ അഭിവാദ്യം ചെയ്തത് കളങ്കമില്ലാത്ത ഇസ്രയേൽക്കാരൻ എന്നാണ്. ഇനി നീ ഇസ്രയേലിനുള്ളവനാകാതെ ക്രിസ്തുവിനുള്ളതായി തീരുക. യാതൊരു തരത്തിലുള്ള വഞ്ചനയോ ബന്ധനമോ കൂടാതെ അപ്രകാരമായി തീരുക. ഒരു പുതിയ മനോഭാവം നീ ധരിക്കുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ മനുഷ്യവംശത്തിന് നൽകാൻ കൊണ്ടുവന്നിരിക്കുന്ന രക്ഷയുടെ മനോജ്ഞമായ വിവിധ വശങ്ങൾ നിനക്ക് മനസ്സിലാകുകയില്ല. ഫിലിപ്പ് ഇടക്ക് കയറി പറഞ്ഞു, എൻ്റെ മകളെ നീ വിളിച്ചിരിക്കുന്നുവെന്ന് നീ പറഞ്ഞു. ഇനി അവൾ എന്തു ചെയ്യും? ഞാൻ തീർച്ചയായും അവൾക്കെതിരായിരിക്കില്ല. എന്നാൽ അവളെ സഹായിക്കാനായിട്ട് കൂടെ ഞാൻ ചോദിക്കുന്നു, അവളുടെ വിളി എന്തിലാണ് അടങ്ങിയിരിക്കുന്നത്? കന്യക സ്നേഹത്തിൻ്റെ ലില്ലി പുഷ്പങ്ങളെ ക്രിസ്തുവിൻ്റെ തോട്ടത്തിലേക്ക് കൊണ്ടുവരുന്നതിലാണ് അടങ്ങിയിരിക്കുന്നത്. വരാനിരിക്കുന്ന യുഗങ്ങളിൽ ഇതുപോലുള്ള ധാരാളം കന്യകമാരുണ്ടായിരിക്കും, വളരെയധികം. തിന്മയുടെ കൂപ്പുകൾക്ക് എതിരെ ലോകത്തെ പിടിച്ചു നിർത്തുന്ന സൗരഭ്യമേറിയ പൂത്തടങ്ങൾ. ദൈവദൂഷണക്കാർക്കും നിരീശ്വരവാദികൾക്കും എതിരെ ലോകത്തിന് സന്തുലിതാവസ്ഥ നൽകുന്ന പ്രാർത്ഥനയുടെ ആത്മാക്കൾ. ലോകത്തെ അതിൻ്റെ എല്ലാ അപകടങ്ങളിൽ നിന്നും സഹായിക്കുന്ന ഇവർ ദൈവത്തിൻ്റെ ആനന്ദമാണ്. ഒരു ചോദ്യം ചോദിക്കുന്നതിന് മഗ്ദലന മേരി അവളുടെ അധരങ്ങൾ ചലിപ്പിക്കുന്നു. എങ്കിലും പെട്ടെന്ന് വിവരണയായി. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അവൾ കൂടുതൽ സ്വസ്ഥതയുള്ളവളും സ്വതന്ത്രയുമാണ്. നീ പുനരുദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന നാശനഷ്ടങ്ങൾ ഞങ്ങൾ എന്തായിത്തീരും? കന്യകളായ നിന്റെ സഹോദരികൾ എന്തായിരിക്കുന്നുവോ അതായിത്തീരും. ഓ, അങ്ങനെയായിരിക്കാൻ സാധ്യമല്ല. ഞങ്ങൾ വളരെയധികം ചെളിയിൽ ചവിട്ടിയിട്ടുണ്ട്. പിന്നെ അത് സാധ്യമല്ല. മേരി, ഈശോ ഒരിക്കലും പകുതിയായി ക്ഷമിക്കുന്നില്ല. ക്ഷമിച്ചിരിക്കുന്നു എന്നവൻ നിന്നോട് പറഞ്ഞു. അത് അപ്രകാരം തന്നെ. ഞാൻ ക്ഷമിക്കുകയും സ്വന്തമായി വരിക്കുകയും ചെയ്തിട്ടുള്ള നീയും നിന്നെപ്പോലെ പാപം ചെയ്തവരും സൗരഭ്യം പരത്തുന്നവരുമായി തീരും. പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരുമാകും. ആശ്വാസം പകരുന്നവരുമാകും. നിങ്ങൾ തിന്മയെന്തെന്നറിഞ്ഞവരും അതിനെ സുഖപ്പെടുത്താൻ കഴിവുള്ളവരും ആകയാൽ നിങ്ങളുടെ ആത്മാക്കൾ ദൈവതൃക്കണ്ണുകളിൽ രക്തസാക്ഷികളായിരിക്കും. തന്നിമിത്തം നിങ്ങൾ കന്യകകളെ പോലെ തന്നെ പ്രിയപ്പെട്ടവരാണ്. രക്തസാക്ഷികളോ? ഗുരു, എങ്ങനെയാണ് രക്തസാക്ഷികളാകുന്നത്? നിങ്ങൾക്ക് തന്നെ എതിരായും നിങ്ങളുടെ ഭൂതകാല സ്മരണകൾക്കെതിരായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനാലും സ്നേഹിക്കുന്നതിനും പരിഹാര ജീവിതം നയിക്കുന്നതിനും നിങ്ങൾ ദാഹിക്കുന്നതിനുമാണ് നിങ്ങൾ രക്തസാക്ഷികളാകുന്നത്. ഞാനിത് വിശ്വസിക്കണമോ? അവളുടെ പ്രത്യാശ ഉറപ്പിക്കുന്നതിനായി വള്ളത്തിലുള്ള ഓരോരുത്തരെയും നോക്കിക്കൊണ്ടാണ് മഗ്ദലന അത് ചോദിക്കുന്നത്. സൈമണോട് ചോദിക്കൂ. ധാരാളം നക്ഷത്രങ്ങളെ കാണാമായിരുന്ന ഒരു രാത്രിയിൽ നിന്റെ വീട്ടിലെ തോട്ടത്തിൽ വെച്ച് നിന്നെക്കുറിച്ചും പാപികളെക്കുറിച്ചും പൊതുവായി ഞാൻ സംസാരിച്ചു. രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും മേൽ വർഷിക്കപ്പെട്ട കാരുണ്യത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും അത്ഭുതങ്ങളെക്കുറിച്ച് എൻ്റെ ശബ്ദം ആലപിച്ചോ എന്ന് നിന്റെ സഹോദരന്മാർക്ക് എല്ലാവർക്കും പറയുവാൻ കഴിയും. അവൻ്റെ മാലാഖക്കടുത്ത സ്വരത്തിൽ ബാലനും എന്നോട് അതേപ്പറ്റി പറഞ്ഞിരുന്നു. അവൻ്റെ വാക്കുകൾ എനിക്ക് വളരെയധികം ഉന്മേഷം പകർന്നു തന്നു.
എൻ്റെ സഹോദരിയേക്കാൾ കൂടുതൽ നിന്നെക്കുറിച്ച് അവൻ എന്നെ പഠിപ്പിച്ചു. അതിനാൽ മഗ്ദലയെ അഭിമുഖീകരിക്കാൻ എനിക്ക് കൂടുതൽ ധൈര്യം കിട്ടി. ഇപ്പോൾ നീ ഇത് പറഞ്ഞതിൽ എൻ്റെ ശക്തി വളരുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ ലോകത്തിന് ഇടർച്ച നൽകി. എന്നാൽ എൻ്റെ കർത്താവേ, നിന്നോട് ഞാൻ ശപഥം ചെയ്ത് പറയുന്നു, ഇനി എന്നെ ഉറ്റുനോക്കുന്ന ലോകം നിന്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കും. ഈശോ ഒരു നിമിഷം അവളുടെ ശിരസിൽ കൈവയ്ക്കുന്നു. പരിശുദ്ധ കന്യകാമറിയം പുഞ്ചിരി തൂകുന്നു. അവൾക്ക് മാത്രം കഴിയുന്ന സ്വർഗീയമായ പുഞ്ചിരി. അതാ, തടാകത്തിൻ്റെ തീരത്ത് മഗ്ദല ദൃശ്യമാകുന്നു. ഉദിച്ചുയരുന്ന സൂര്യൻ അതിൻ്റെ മുന്നിൽ കാറ്റിൽ നിന്ന് സംരക്ഷണം നൽകിക്കൊണ്ട് അർബേല പർവ്വതനിര അതിൻ്റെ പിന്നിൽ കുത്തനെയുള്ള പാറയിടുക്കിലൂടെ ഒരു ചെറിയ അരുവി തടാകത്തിലേക്ക് ഒഴുകുന്നുണ്ട്. കിഴക്കാൻ തൂക്കായ പാറകൾ നിറഞ്ഞ തീരം പടിഞ്ഞാറോട്ട് വ്യാപിച്ചു കിടക്കുന്നു. മനോഹരവും ഗംഭീരവുമായ ദൃശ്യം. ഗുരുവേ, മറ്റേ വള്ളത്തിൽ നിന്ന് ജോൺ വിളിച്ചു കൂവി. നമുക്ക് മടങ്ങിയെത്താനുള്ള താഴ്വര. മറ്റേ വള്ളത്തിൽ സൂര്യൻ അവൻ്റെ ഉള്ളിൽ കത്തിജ്വലിക്കുന്ന പോലെ അവൻ്റെ മുഖം പ്രകാശിക്കുന്നു. അതെ, നമ്മുടെ താഴ്വര. നീ അത് മനസ്സിലാക്കിയല്ലോ. നമ്മൾ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ സ്ഥലങ്ങൾ മറന്നുകളയാൻ സാധിക്കുകയില്ല, ജോൺ മറുപടി പറഞ്ഞു. ആ കാര്യത്തിൽ എനിക്കും ഒന്ന് പറയാനുണ്ട്. ഞാൻ എപ്പോഴും ഈ തടാകം ഓർക്കും. കാരണം ഇവിടെ വെച്ചാണ് ഞാൻ അങ്ങയെ കണ്ടുമുട്ടിയത്. മാർത്ത ഒരു ദിവസം രാവിലെ ഗുരുവിനെ ഇവിടെ വെച്ചാണ് ഞാൻ കണ്ടത്. അതെ, ഞങ്ങൾ അന്ന് തടാകത്തിൻ്റെ അടിത്തട്ട് വരെ ഒരുമാതിരി എത്തി. നീയും ഞങ്ങളും സ്ത്രീയെ, നിന്റെ തുഴക്കാർ കാശിന് കൊള്ളാത്തവരാണ്. വള്ളം അടുപ്പിക്കാൻ കഠിന അധ്വാനം ചെയ്യുന്ന പത്രോസ് പറയുന്നു. തുഴഞ്ഞവരും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരും ഒന്നിനും കൊള്ളാത്തവരായിരുന്നു. എന്നാൽ അന്ന് നമ്മൾ കണ്ടുമുട്ടി എന്നത് വലിയ കാര്യം തന്നെ. പിന്നീട് നിന്നെ ഞാൻ മലമുകളിൽ വെച്ച് കണ്ടു. പിന്നെ മഗ്ദലയിലും കഫർനഹൂമിലും ഓരോ പ്രാവശ്യം നിന്നെ കണ്ടപ്പോഴും പല ചങ്ങലകൾ പൊട്ടിത്തകർന്നു. എന്നാൽ കഫർനഹൂമായിരുന്നു എന്നെ സ്വതന്ത്രയാക്കിയത്. മറ്റു വള്ളത്തിലുണ്ടായിരുന്നവർ ഇറങ്ങിയ അതേ സ്ഥലത്ത് ഇവരും ഇറങ്ങി. എല്ലാവരും പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. ആദ്യം മഗ്ദലയിലെ ആളുകളുടെ പകയോടു കൂടിയുള്ള ജിജ്ഞാസ മഗ്ദലനക്ക് ഒരു പീഡനമായിരുന്നു. എന്നാൽ ശിഷ്യന്മാരുടെ കൂടെ മുൻപേ നടക്കുന്ന ഗുരുവിനെ അനുഗമിക്കുന്ന അവൾ വീരോചിതമായി അത് സഹിക്കുന്നുണ്ട്. സ്ത്രീകൾ പിന്നിലാണ്. വളരെയേറെ കുശുകുശുപ്പുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടക്കുന്നു. മേരി മഗ്ദലയിൽ എല്ലാവരെയും കീഴ്പ്പെടുത്തി യജമാനത്തിയായി ജീവിച്ച കാലത്ത് പ്രതികാരം ഭയന്നവളെ ബഹുമാനിച്ചിരുന്നവർ അവൾ വിനീതയും പരിശുദ്ധയും ശക്തരായ അവളുടെ കൂട്ടുകാരിൽ നിന്നകന്നും ആണെന്നും മനസ്സിലായപ്പോൾ അവളെ അധിക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്യുകയാണ്. അവളോടൊപ്പം വേദനിക്കുന്ന മാർത്ത അവളോട് ചോദിക്കുന്നു, വീട്ടിൽ പോകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഗുരുവിനെ പിരിയുകയില്ല. എൻ്റെ ഭവനം ശുദ്ധമാകുകയും കഴിഞ്ഞ കാലത്തെ എല്ലാ കറകളും തുടച്ചു നീക്കപ്പെടുകയും ചെയ്യുന്നതുവരെ അവനെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിക്കുകയില്ല. പക്ഷെ നീ വളരെയും വേദന സഹിക്കുന്നു. ഞാൻ അതിനർഹയാണ്. അവൾ യഥാർത്ഥത്തിൽ സഹിക്കുന്നു. അവളുടെ തുടുത്ത മുഖത്തെ വിയർപ്പ് കണങ്ങൾ കാലാവസ്ഥയുടെ ചൂട് നിമിത്തമല്ല. അവർ പട്ടണം കുറുകെ കടന്ന് ദരിദ്രരായവർ താമസിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവർ താമസിച്ച വീട്ടിലെത്തി. പാത്രം കഴുകിക്കൊണ്ടിരുന്ന വീട്ടുകാരി അവളെ അഭിവാദ്യം ചെയ്തവരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആകെ സ്തംഭിച്ചുപോയി. മഗ്ദലനയിലെ അറിയപ്പെടുന്ന സ്ത്രീ വിശിഷ്ടമായ ആടയാഭരണങ്ങൾ ഒന്നും ധരിക്കാതെ ഈശോയുടെ കൂടെ. ഇപ്പോൾ അവൾ കനം കുറഞ്ഞ ശിരോവസ്ത്രവും വയലറ്റ് നിറമുള്ള ഉടുപ്പും ധരിച്ചിരിക്കുന്നു. ഇറുകിയതും കഴുത്തു മുഴുവൻ മൂടിയതുമായ ആ ഉടുപ്പ് അവളുടേതല്ലെന്നറിയാം. ചൂടുണ്ടെങ്കിലും കട്ടിയുള്ള ഒരു പുറംകുപ്പായം കൊണ്ട് അവൾ സ്വയം മൂടിയിരിക്കുന്നു. അതൊരു സഹനമാണ്. എന്നെ അനുഗമിക്കുന്നവരോട് സംസാരിക്കാനായി നിന്റെ ഭവനത്തിൽ നിൽക്കാൻ എന്നെ അനുവദിക്കുമോ? മഗ്ദലയിലെ ആളുകൾ മുഴുവൻ തന്നെ അപ്പസ്തോലന്മാരുടെ പിന്നാലെ കൂടിയിരുന്നു. എൻ്റെ കർത്താവേ, നീ എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? എൻ്റെ വീട് നിൻ്റേതാണ്. പിന്നീട് അവൾ ശിഷ്യകൾക്കും അപ്പസ്തോലന്മാർക്കും ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കുന്നതിൽ വ്യാപൃതയായി. മഗ്ദലയുടെ അടുത്തുകൂടെ കടന്നുപോയപ്പോൾ ഒരടിമ പോലെ വളരെ താണു വണങ്ങി. സഹോദരി, നിനക്ക് സമാധാനം. മഗ്ദലന അവളെ പ്രതി അഭിവാദനം ചെയ്തു. പാവം സ്ത്രീ ഞെട്ടിപ്പോയി. കയ്യിലിരുന്ന ബെഞ്ച് താഴെ വീണു.
ഒരു വാക്കുപോലും അവൾ പറഞ്ഞില്ല. ഈ രംഗം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, മഗ്ദലന മേരി അവിടെയുള്ളവരോട് വളരെ ധിക്കാരപൂർവ്വം വർത്തിച്ചിരുന്നുവെന്ന്. കുട്ടികൾ എങ്ങനെയിരിക്കുന്നു? അവർ എവിടെയാണ്? ഭർത്താവിന് ജോലി കിട്ടിയോ എന്നും മറ്റും ചോദിച്ചപ്പോൾ പാവം സ്ത്രീ വിസ്മയിച്ചു പോയി. അവൻ സുഖമായിരിക്കുന്നു. അവർ സ്കൂളിലാ. എൻ്റെ അമ്മയുടെ കൂടെയോ ഉണ്ടായിരിക്കും. ഇളയ കുട്ടി തൊട്ടിലിൽ കിടന്നുറങ്ങുന്നു. എൻ്റെ ഭർത്താവിന് ധാരാളം മത്സ്യം കിട്ടുന്നുണ്ട്. നിനക്കുള്ള വിധം അവൻ കൊണ്ടുവരും. അത് ആവശ്യമില്ല. അത് കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊള്ളൂ. ഞാൻ കുഞ്ഞിനെ ഒന്ന് കണ്ടോട്ടെ. വരൂ. ആളുകൾ തെരുവിൽ തിങ്ങിക്കൂടി. ഈശോ സംസാരിക്കാൻ തുടങ്ങുന്നു. ഒരു സ്ത്രീക്ക് അവളുടെ പണസഞ്ചിയിൽ 10 നാണയങ്ങളുണ്ടായിരുന്നു. സഞ്ചി മാറിലാണ് ഭദ്രമായി വെച്ചിരുന്നത്. അനങ്ങിയപ്പോൾ അത് താഴെ വീണു. തുറന്ന നാണയങ്ങൾ തറയിൽ കൂടി ഉരുണ്ടുപോയി. കൂടെയുണ്ടായിരുന്ന അയൽക്കാരുടെ സഹായത്തോടെ അവ പെറുക്കിയെടുത്തു. എണ്ണി നോക്കിയപ്പോൾ 9 ഉള്ളൂ. 10ാമത്തേത് ഒരിടത്തും കാണുന്നില്ല. സന്ധ്യയായി തുടങ്ങിയതിനാൽ അവൾ ഒരു വിളക്ക് കൊളുത്തി ചൂലെടുത്ത് തറ മുഴുവൻ അടിച്ചുവാരി. എങ്കിലും നാണയം കിട്ടിയില്ല. സ്വല്പസമയം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരികൾ അവളെ വിട്ടുപോയി. ആ സ്ത്രീ അവിടെയുണ്ടായിരുന്ന അലമാര മാറ്റി നോക്കി. ഭിത്തിയിലെ തട്ടിലുണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം മാറ്റി നോക്കി. എന്നിട്ടും കണ്ടില്ല. നാണയം ഉരുണ്ട് ദൂരെ പോയിട്ടുണ്ടാകും. ചപ്പുചവറുകൾ കിടക്കുന്ന കൂനയിലോ പച്ചക്കറിയുടെ അവശിഷ്ടങ്ങളിലോ എത്തിയിട്ടുണ്ടാകും എന്നു വിചാരിച്ച് വീടിന് 4 വശവും പരിശോധിച്ചു. അവസാനം ചവറുകൂനയുടെ അടിയിൽ നിന്ന് അത് ചെളി പുരണ്ട് കിടക്കുന്നതായി കണ്ടു. ആനന്ദത്തോടെ അവളതെടുത്ത് കഴുകി ഉണക്കി. അതിപ്പോൾ മുമ്പത്തേക്കാൾ മനോഹരമായിരിക്കുന്നു. ആ സ്ത്രീ സന്തോഷ അധികത്താൽ അവളുടെ കൂട്ടുകാരികളെ വിളിച്ച് അത് കാണിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഇതാ നഷ്ടപ്പെട്ട എൻ്റെ നാണയം. നിങ്ങൾ എന്നെ ഉപദേശിച്ചല്ലോ, അതന്വേഷിച്ച് ഇനി ബുദ്ധിമുട്ടുണ്ടായെന്ന്. എന്നാൽ ഞാൻ ഉറച്ചു നിന്നു നഷ്ടപ്പെട്ടത് കണ്ടുപിടിച്ചു. അതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിക്കുക. കാരണം എൻ്റെ നിധിയിൽ ഒന്ന് നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസം എനിക്ക് സഹിക്കേണ്ടി വന്നില്ല. ഈ ഉപമയിലെ സ്ത്രീയെപ്പോലെ നിങ്ങളുടെ ഗുരുവും അവൻ്റെ ശിഷ്യന്മാരും പെരുമാറും. അവനറിയാം, ഒരു ചലനം മതി ഒരു നിധി നഷ്ടമാകാനെന്ന്. ഓരോ ആത്മാവും ഓരോ നിധിയാണ്. ദൈവത്തെ വെറുക്കുന്ന സാത്താൻ ഓരോ തെറ്റായ ചലനങ്ങൾ സൃഷ്ടിച്ച് പാവപ്പെട്ട ആത്മാക്കളെ വീഴ്ത്തുന്നു. ചിലത് വീഴുമ്പോൾ പണസഞ്ചിയുടെ അടുത്ത് തന്നെ കിടക്കുന്നു. അതായത് ദൈവത്തിൻ്റെ നിയമങ്ങളിൽ നിന്ന് അധികം ദൂരെ പോകുകയില്ല. അവിടെ നിന്ന് അവരെ ശേഖരിച്ച് അവിടുത്തെ കൽപ്പനകൾ കൊണ്ട് സുരക്ഷിതരാക്കുന്നു. ചിലതുരുണ്ട് ചപ്പുചവറുകളുടെയും ചെളികളുടെയും കൂമ്പാരങ്ങൾക്ക് അടുത്തുവരെ ചെന്നെത്തുന്നുണ്ട്. ചപ്പുചവറുകൾ കത്തിച്ചു കളയുന്നത് പോലെ നിത്യ അഗ്നിയിൽ അവ ദഹിപ്പിക്കപ്പെടും. നഷ്ടപ്പെട്ട നാണയങ്ങളല്ല ഏതെല്ലാമെന്ന് ഗുരുവിനറിയാം. വിശ്രമമില്ലാതെ അവൻ അവയെ അന്വേഷിക്കും. സ്നേഹത്തോടെ എല്ലായിടത്തും തിരക്കും. അവർ എല്ലാവരും അവന് നിധിയാണ്. അതിനാൽ അവൻ ഒരിക്കലും ക്ഷീണിതനാകുകയോ അവരെ വെറുക്കുകയോ ചെയ്യുന്നില്ല. കണ്ടെത്തുന്നതുവരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കുന്നു. കണ്ടെത്തുമ്പോൾ അവയ്ക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് ചെളിയെല്ലാം കഴുകിക്കളഞ്ഞ് എല്ലാ സ്നേഹിതരെയും വിളിച്ചുകൂട്ടി അവരോട്, അതായത് സ്വർഗം മുഴുവനോടും ഭൂമിയിലുള്ള എല്ലാ നല്ല ആളുകളോടും പറയും, എന്നോട് കൂടെ സന്തോഷിക്കുക. കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് കണ്ടെത്തിയിരിക്കുന്നു. അതിപ്പോൾ മുമ്പിലത്തേക്കാൾ മനോഹരമായിട്ടുണ്ട്. കാരണം ഞാൻ മാപ്പ് നൽകിയപ്പോൾ അത് പുതിയതായി. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൻ്റെ മാലാഖമാരുടെയും ഭൂമിയിലെ നല്ല മനുഷ്യരുടെയും ഇടയിൽ അനുതപിച്ച ആത്മാവിനെപ്പറ്റി വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഗൗരവമായി പറയുന്നു, കണ്ണീരിനേക്കാളും പശ്ചാത്താപത്തെക്കാളും മനോജ്ഞമായ ഈ മാനസാന്തരത്തിൽ സന്തോഷിക്കാതിരിക്കാൻ സാത്താന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു പാപിയുടെ മാനസാന്തരത്തെ ഒരാൾ ഇങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് അവൻ്റെ സ്വന്തം നന്മയുടെയും ദൈവവുമായുള്ള ഐക്യത്തിൻ്റെയും അളവാണ്. നിങ്ങൾക്ക് സമാധാനം. ജനക്കൂട്ടത്തിൻ്റെ ഒരു പാഠം ശരിക്കും മനസ്സിലായി. കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഉമ്മറപ്പടിയിൽ ഇരിക്കാൻ ഒരുങ്ങുന്ന മഗ്ദലനയെ അവർ നോക്കുന്നു. ജനക്കൂട്ടം സാവകാശം പിരിഞ്ഞു പോകുകയാണ്. വീട്ടുടമസ്ഥയും കുട്ടികളോടുകൂടെ അവിടെ എത്തിയ അവളുടെ അമ്മയും മാത്രമാണിവിടെ. ഇപ്പോഴും ബെഞ്ചമിൻ അവിടെയില്ല. അവനിപ്പോഴും സ്കൂളിലാണ്.